കൂർഗിൽ നിന്നും രാമേശ്വരം വരെ ഒരു റോഡ് ട്രിപ്പ്. കുറേ നാളായി ഇത് പ്ലാൻ ചെയ്യുന്നു. ഫൈനലി ഒരു വീക്കെൻഡ് എല്ലാവരുടെയും ഷെഡ്യൂൾ മാച്ചായി. അങ്ങനെ ഞങ്ങളൊക്കെ ബാഗ് പാക്ക് ചെയ്ത് ക്യാമറ എടുത്ത് രാവിലെ തന്നെ യാത്ര തുടങ്ങി. റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, വഴിയിൽ സംഭവിക്കുന്ന ചെറിയ മൊമെൻറ്റ്സ് ആണ് അതിൻ്റെ റിയൽ ബ്യൂട്ടി. കാറിൽ ഫുൾ വോള്യൂം സോങ്സ്, എൻഡ്ലെസ് കോൺവെർസേഷൻസ്, റാൻഡം ജോക്സ്, ഫുഡ് സ്റ്റോപ്സ്, അങ്ങനെ ഒരു നോർമൽ ഡ്രൈവ് സ്ലോലി ഒരു അൺഫർഗറ്റബിൾ ട്രിപ്പായി മാറി. കൂർഗിൻ്റെ തണുത്ത വെതർ വിട്ട് ഹൈവേയിലൂടെ യാത്ര തുടർന്നു. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും സീനറി മാറുന്നു. ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് കൂടെ ഉണ്ടായിരുന്ന കമ്പനി. അങ്ങനെ നമ്മുടെ രാമേശ്വരം ജേർണി തുടങ്ങുന്നു. ആക്ച്വലി ഈ ട്രിപ്പ് രാമേശ്വരം കാണാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയാണ് യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ വെഡ്ഡിങ്ങും ഉണ്ട്, റോഡ് ട്രിപ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. റോഡ് ട്രിപ്പ് ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്സ് മാൻഡറ്ററി ആണ്. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പം കണ്ടൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫ്രഷായി വീണ്ടും യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കയറി കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു റെയിൽവേ ക്രോസിംഗ് എത്തി. ഗേറ്റ് ക്ലോസ് ആയിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ പോസ്റ്റായി. വഴിയിൽ സത്യമംഗലം കാട്ടിൽ ബ്യൂട്ടിഫുൾ റോഡ്സും എയർപിൻ ബെൻഡ്സും ഒക്കെ എൻജോയ് ചെയ്തു. ഡ്രൈവ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി. എല്ലാവരും ഓൾറെഡി ഫുൾ സെലിബ്രേഷൻ മൂഡിലായിരുന്നു. കുറച്ച് സംസാരം, കുറച്ച് ഫോട്ടോസ്, ഡിന്നറൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡേക്ക് വേണ്ടി റെസ്റ്റ് എടുത്തു. കല്യാണമൊക്കെ നല്ല അടിപൊളിയായി നടന്നു. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചില മെമ്മറീസ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നതിനേക്കാൾ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ നല്ലത് എന്ന് പണ്ടാരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാമേശ്വരത്തിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഫൈനൽ ഞങ്ങൾ രാമേശ്വരം എത്തി. രാമേശ്വരം എന്ന് പറയുമ്പോൾ പാമ്പൻ ബ്രിഡ്ജിനെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ബ്രിഡ്ജിനൊരു ഹിസ്റ്ററി ഉണ്ട്. 1914 നിർമ്മിച്ച പാമ്പൻ ബ്രിഡ്ജ് ഇന്ത്യയുടെ ആദ്യത്തെ സീ ബ്രിഡ്ജാണ്. ഒരു നൂറ്റാണ്ടിനേക്കാൾ കൂടുതൽ കാലമായി മെയിൻലാൻഡ് ഇന്ത്യയും രാമേശ്വരം ഐലാൻഡിനെയും ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് പാമ്പൻ ബ്രിഡ്ജ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടി ബ്രിഡ്ജിൻ്റെ നടുവിലായി ഒരു ഓപ്പൺ ബ്രിഡ്ജ് മെക്കാനിസം ഉണ്ട്. ഇന്നും ഈ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാമേശ്വരം എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും സ്പെഷ്യൽ മൂമെൻറ്റ്സിൽ ഒന്നാണ്. രണ്ട് വശത്തും നീലക്കടൽ, മുഖത്തടിക്കുന്ന കാറ്റ്. ആ കാഴ്ച കണ്ടപ്പോൾ യാത്രയുടെ ക്ഷീണം എല്ലാം മറന്നുപോയി. പാമ്പൻ ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും മറക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ടൈം കുറവായതുകൊണ്ട് രാമേശ്വരത്തിലെ ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷേ അതൊരു റീസൺ കൂടിയാണ് ഇവിടേക്ക് തിരിച്ചു വരാൻ. ഇനിയുള്ള സ്റ്റോപ്പ് ഇന്ത്യയുടെ അവസാന ഭൂമിയായ ധനുഷ്കോടി. ആ യാത്രയും അവിടെ കണ്ടതും അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി കാണാൻ പറ്റാത്ത സ്ഥലങ്ങളും നെക്സ്റ്റ് ടൈം തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യും. Until then, see you in the next one.